with the help of the media, he has created an atmosphere in this country where during elections like these, he either talks to you about your religion, which makes your emotion, which brings out your emotions, manipulates you to vote for him on the basis of religion, or frightens you, or aside from that, he brings up issues which are not relevant to your daily life. അത് മാത്രമല്ല, ഈ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം നിങ്ങളുടെ മതങ്ങളെ പറ്റി സംസാരിക്കാണ്, മതത്തെ പറ്റി സംസാരിക്കാണ്, നിങ്ങളെ ബാധിക്കുന്ന വൈകാരികമായ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാണ്, നിങ്ങളെ ഒരു വിധത്തിലും ബാധിക്കാത്ത തികച്ചും അപ്രസക്തമായ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ച് ഭീഷണിപ്പെടുത്തി അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിക്കുകയാണ്. He has created an atmosphere in this country where during elections there is not one single debate on unemployment. There is not a single debate on what he has done to reduce the rise in prices. There is not a single debate asking how many hospitals he has built, how many institutions he has built, how many colleges he has opened, how many universities he has created. Does every district have a hospital? Does every district have a functional school? Are your roads improving? Are you getting water to drink? None of these issues are ever debated. ഈ രാജ്യത്ത് അദ്ദേഹം ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നില്ല, ഈ രാജ്യത്തെ വികസനത്തെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നില്ല, വിലക്കയറ്റം കുറയ്ക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ചർച്ച നടക്കുന്നില്ല. ഈ രാജ്യത്തിന് ആവശ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയോ, ആശുപത്രികൾ ഉണ്ടാക്കിയോ, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം എന്ത് ചെയ്തു, എത്രമാത്രം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ഇവിടെ ഓരോ ജില്ലയിലും ഓരോ ആശുപത്രി ഉണ്ടോ, ഈ വിധ ചോദ്യങ്ങളെ കുറിച്ചൊന്നും ഈ രാജ്യത്ത് ഒരു ചർച്ചയിൽ നടക്കാനാവാത്ത ഒരു സാഹചര്യം നരേന്ദ്രമോദി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. I have come here to talk to you today because you are my sisters and brothers who have voted for my brother, Rahul. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്റെ സഹോദരൻ രാഹുലിന് വേണ്ടി വോട്ട് ചെയ്ത എന്റെ സഹോദരന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും. In him you have recognized all that is honest, all that is true, and all that is right in Indian politics today. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എന്റെ സഹോദരൻ നിങ്ങൾ